Good morning, students. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 4 ബയോകെമിസ്ട്രി യൂണിറ്റ് 4 ക്ലിനിക്കൽ എൻസൈമോളജി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനുള്ള BSc നഴ്സിംഗ് സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് എക്സാം വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ ക്ലാസ് ആണെന്ന് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ ആസ് പെർ യുവർ ലേറ്റസ്റ്റ് സിലബസിലെ യൂണിറ്റ് 4 ക്ലിനിക്കൽ എൻസൈമോളജി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു വേർഡിൽ നിന്ന് കേൾക്കുന്നത് പോലെ തന്നെ എൻസൈമോളജി, ദാറ്റ് മീൻസ് സ്റ്റഡി അബൌട്ട് എൻസൈംസ്. അത് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നിങ്ങൾക്ക് വളരെ ചെറിയ പോർഷൻസ് മാത്രമേ ഇതിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. നിങ്ങൾക്ക് അതും എക്സ്പെഷ്യലി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ 5 മാർക്കിൻ്റെ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻസും ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 1 വേർഡ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ യൂസ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്, അതിൻ്റെ നോർമൽ വാല്യൂസ് എത്രയൊക്കെയാണ് എന്ന് പറഞ്ഞ് മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മറ്റ് പഴയ സിലബസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാമായിരുന്നു ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോഴത്തെ സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് എസ്സേ ഇല്ല, പകരം നിങ്ങൾക്ക് മീൻസ് 10 മാർക്ക് എസ്സേ ഇല്ല, പകരം 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. പിന്നെ 2 മാർക്കിൻ്റെതും 1 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. അപ്പോൾ 25 മാർക്സിനാണ് ടോട്ടൽ ബയോകെമിസ്ട്രി ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിൽ ലിപ്പിഡ്സിൻ്റെ മെറ്റബോളിസം ഒഴികെ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു അടുത്ത പ്രോട്ടീൻസിൻ്റെ ചാപ്റ്ററോട് കഴിയുമ്പോൾ ആ ബാലൻസ് ഉള്ള പോർഷൻസ് കൂടെ എടുക്കും. പിന്നെ തേർഡ് ചാപ്റ്റർ പ്രോട്ടീൻസ് ഇനി എടുക്കാനുണ്ട്. എൻസൈമോളജി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പ്രോട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു 3-4 ക്ലാസ് കൊണ്ട് അത് തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ലിപ്പിഡിൻ്റെ ഒരു ക്ലാസ് കൂടെ 1-2 ക്ലാസ് അത്ര കൂടെ വരത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു 7-8 ക്ലാസ്സസ് അതിനുള്ളിൽ നമ്മൾ ബയോകെമിസ്ട്രി ക്ലാസ്സസ് എല്ലാം, അതായത് ആസ് പെർ യുവർ സിലബസ് എല്ലാ പോർഷൻസും നമ്മൾ 8 യൂണിറ്റുകളും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 8ാമത്തെ യൂണിറ്റ്, 7ാമത്തെ യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് യൂണിറ്റ് പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു. ഇനി 4th യൂണിറ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ യു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എൻസൈമോളജി എന്ന് നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചോളുക. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ സിലബസ് ആണ്. സിലബസിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്. ഇവിടെ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ഐസോ എൻസൈംസ്, അതിൻ്റെ ഡെഫിനിഷനും പ്രോപ്പർട്ടീസും ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഐസോ എൻസൈമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻസൈംസ് എന്താണെന്ന് അറിയണം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ പറയുന്നില്ല എങ്കിലും പക്ഷെ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. സോ എൻസൈംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻസൈംസിൻ്റെ ഓരോ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്, അതായത് ലിവർ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ എൻസൈംസ് ആണ് നോക്കുന്നത്, അതിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്. സെയിം ലൈക്ക് ദൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസിന് ഏതൊക്കെ എൻസൈംസ് ആണ് നോക്കുന്നത്, അതിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്. അതുപോലെ മസിൽ ഡിസീസസ് ഉള്ള പേഷ്യൻസിന് ഏതൊക്കെ എൻസൈം, ബോൺ ഡിസീസസ് ഉള്ള പേഷ്യൻസിന് ഏത് എൻസൈം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് എന്ത് എൻസൈം, ഇതുപോലെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷനിൽ ഈ എൻസൈംസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഈ ഡിസീസൊക്കെ നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയുള്ളൂ. ലിവർ ഡിസീസ് ഏതെങ്കിലും പഠിക്കുമ്പോൾ ALT, SLT, MLP, ALP, GGT ഒക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യത്തുള്ളൂ. പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, ഡയഗ്നോസ്റ്റിക് ഒരു പേഷ്യൻ്റെ റിപ്പോർട്ട് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എൻസൈംസിൽ വേരിയേഷൻസ് വരുമ്പോൾ എന്താണ് ഇത് കാരണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആസ് എ നേഴ്സ് നമ്മൾ ഇതെല്ലാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബയോകെമിസ്ട്രി ഇരുന്ന് പഠിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഐസോ എൻസൈംസോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒക്കെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എൻസൈംസ് എന്നാണ്. അപ്പോൾ നമ്മൾ എൻസൈംസ് നമ്മൾ കാറ്റലിസ്റ്റുകളെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനെ നേരിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്ന ഒരു വസ്തു, അതിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽസ് ആണ് അല്ലേ. അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ബയോ കാറ്റലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എൻസൈംസ് ആർ ദ പ്രോട്ടീൻ. എൻസൈംസ് എന്താണ്, പ്രോട്ടീൻ ആണ് അല്ലെ. അത് നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. പ്രോട്ടീൻ ബയോ കാറ്റലിസ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സിന്തസൈസ്ഡ് ബൈ ദ ലിവിങ് സെൽസ്. ഓക്കെ, ജീവനുള്ള സെല്ലുകൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകളായിട്ടാണ് ഈ എൻസൈംസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത അത് കാറ്റലിസ്റ്റുകളാണ്, അത് ബയോ കാറ്റലിസ്റ്റുകളാണ്, ജീവനുള്ള കാറ്റലിസ്റ്റ്. ഓക്കെ, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 6 മേജർ ക്ലാസ്സസ്. മെയിൻലി ഇതിൻ്റെ എൻസൈംസിന് 6 ഡിവിഷനായിട്ട് 6 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഓക്സിഡോ റിഡക്റ്റേസസ്, ഓക്കെ, ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്,
hydrolases, lyases, isomerases, ligases. Okay, these are the 6 main classes of enzyme. അപ്പോൾ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലിവിങ് സെൽസ്, ജീവനുള്ള സെല്ലുകൾ തന്നെ നിർമ്മിക്കുന്ന പ്രോട്ടീൻ കൊണ്ടുള്ള കാറ്റലിസ്റ്റുകൾ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ, അതിനെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. മെയിൻലി അതിൻ്റെ ഒരു ഫങ്ഷൻസും പ്രോപ്പർട്ടീസും ഒക്കെ അനുസരിച്ചിട്ട് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓക്സിഡോ റിഡക്റ്റേസസ്, ട്രാൻസ്ഫറേസസ്, hydrolases, lyases, isomerases, ligases. Okay, an enzyme is specific in its action. അതായത് ഈ എല്ലാ, ഇപ്പം നമ്മളിവിടെ തന്നെ 6 ടൈപ്സ് പറഞ്ഞു അല്ലേ, ഈ 6 ടൈപ്സും ഒരുപോലെയുള്ള റിയാക്ഷൻസ് അല്ല ചെലുത്തുന്നത്. പകരം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, ഓരോത്തിനും ഓരോ തരത്തിലുള്ള ആക്ഷൻ ഉണ്ട്. ഓക്കെ, പൊസസിങ് ആക്റ്റീവ് സൈറ്റ്. അതുപോലെ തന്നെ ഓരോ എൻസൈമിനും ഓരോ തരത്തിലുള്ള ആക്റ്റീവ് സൈറ്റുകളുണ്ട്. ആക്റ്റീവ് സൈറ്റ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അറിഞ്ഞിരിക്കേണ്ട ഓരോ സ്ലൈഡിനും ഓരോ ആക്ഷൻ ഉണ്ട്, ഒപ്പം തന്നെ അത് ആക്റ്റീവ് സൈറ്റും കാണപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്? അത് ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സ്പെഷ്യൽ ഏരിയ, അതിനെയാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ ആക്റ്റീവ് സൈറ്റിന്റെ പ്രത്യേകത പറയാം. വേർ ദ സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ടു ഫോം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇത് എൻസൈം ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സബ്സ്ട്രേറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റിന് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഈ ഒരു സൈറ്റിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ബിഫോർ ദ പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. ഓക്കെ, അതായത് എൻസൈമിൽ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അത് അറ്റാച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആകുന്നത്. ഇത് അറ്റാച്ച് ചെയ്യുന്ന സൈറ്റിനെയാണ് എന്ത് പറയുന്നത്? ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി factors like concentration of enzyme, substrate, temperature, pH that will influence എൻസൈം ആക്ടിവിറ്റി. അത് നമ്മുടെ ഈ ഒരു സബ്സ്ട്രേറ്റ് ആണ് ആഡ് ചെയ്ത്, അത് ആക്റ്റീവ് സൈറ്റിൽ ആഡ് ചെയ്ത് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ എൻസൈംസിൻ്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, അത് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നതൊക്കെ എന്തിൻ്റെയൊക്കെ ബേസിലാണ്? അതായത് എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, എൻസൈമിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച്, പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും വ്യത്യാസം വരും, pH കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഫാക്ടേഴ്സും അനുസരിച്ചും ഈ എൻസൈംസിൻ്റെ റിയാക്ഷൻസിന് പ്രത്യേകതകൾ ഉണ്ട്. ഓക്കെ, മെനി എൻസൈംസ് റിക്വയർ certain non-protein substances. അത് കൂടാതെ, നമ്മുടെ ഈ ഒരു സബ്സ്ട്രേറ്റ് കൂടാതെ പല എൻസൈംസിനും ചില നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസസ് കൂടെ വേണം ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി. അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ എൻസൈംസിന് സഹായിയായിട്ട് ചില നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് വേണം. അതിന് എന്താ പറയുന്നത്? കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോ എൻസൈംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? നമ്മുടെ എൻസൈംസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ചില നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെന്താ പറയുന്നത്? കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോ എൻസൈംസ് എന്നാണ് പറയുന്നത്. Most of the coenzymes are derivatives of B complex vitamins. പ്രധാനപ്പെട്ട പല കോഎൻസൈംസും ബി കോംപ്ലക്സ് വിറ്റമിൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. നമ്മുടെ ഗ്ലൈക്കോലിസിസ് പഠിച്ചപ്പോഴും സിട്രിക് ആസിഡ് സൈക്കിൾ പഠിച്ചപ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. NAD+, FAD, TPP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനർജി മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ ഇത് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഇതൊക്കെ എന്താണ്? ഇത് കോഎൻസൈംസ് ആണ്. അത് ബി കോംപ്ലക്സിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഇത് എന്തിന് സഹായിക്കുന്നു? നമ്മുടെ എൻസൈംസിൻ്റെ കൂടെ ചേർന്ന് നമ്മുടെ റിയാക്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനുള്ള സെല്ലുകളിൽ നിന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. അതിൻ്റെ പ്രത്യേകത പല റിയാക്ഷൻസും കൺട്രോൾ ചെയ്യുന്നു, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഉത്തേജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന് പല റിയാക്ഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബയോ കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈംസിന് എന്താ പറയുന്നത്? ഓക്സിഡോ റിഡക്റ്റേഴ്സ്. ഏതൊക്കെയാണ് ഓക്സിഡോ റിഡക്റ്റേഴ്സ്? ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോലൈസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. അങ്ങനെ 6 ടൈപ്പ് ഉണ്ട്. ഈ എൻസൈംസിൽ സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സൈറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നു. ഈ എൻസൈംസിലൂടെ സബ്സ്ട്രേറ്റ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാലും ഇതിൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ വ്യത്യാസം വരുന്നത് എന്തിനനുസരിച്ച്? എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, ടെമ്പറേച്ചറിലുള്ള വേരിയേഷൻ അനുസരിച്ച്, pHൻ്റെ വേരിയേഷൻ അനുസരിച്ചൊക്കെ ഇതിൻ്റെ വ്യത്യാസം
വരുന്നുണ്ട്. ഒപ്പം തന്നെ എൻസൈമിന് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ചില സാഹചര്യങ്ങൾ അതിൻ്റെ കൂടെ ചില കോഎൻസൈംസ് ആണ്, അല്ലെങ്കിൽ കോഫാക്ടേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അതെന്താണ്? നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ്, അത് പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ അല്ലാത്ത ഒരു കോഎൻസൈം ഉണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കോഎൻസൈംസ് എല്ലാം ഡെറിവേറ്റീവ്സ് ഓഫ് വിറ്റമിൻ ബി കോംപ്ലക്സുകളാണ്. അപ്പോൾ എക്സാമ്പിളാണ് NAD+, FAD, TPP എക്സ്ട്രാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ക്ലാസിഫിക്കേഷനിലോട്ട് പറയുകയാണ്. 6 ടൈപ്പും എന്താണെന്ന് നമ്മൾ അടുത്ത് ജസ്റ്റ് ഒന്ന് ചുരുക്കി, ജസ്റ്റ് അഥവാ സപ്പോസ് ഒരു 2 മാർക്കിന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചുരുക്കി എന്ന് പറയുകയാണ്. 6 ടൈപ്പ് എൻസൈംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഓക്സിഡോ റിഡക്ടേഴ്സസ്. ഓക്കെ, അത് ഏത് റിയാക്ഷനിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ദിസ് എൻസൈംസ് ഇൻവോൾവ് ഇൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും എന്നുള്ള റിയാക്ഷനിലാണ് ഓക്സിഡോ റിഡക്ടേഴ്സസ് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ട്രാൻസ്ഫറേസസ്. എന്താണ് ട്രാൻസ്ഫറേസസ്? എവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. നമ്മുടെ ഓരോ കെമിക്കൽ കോമ്പൗണ്ടിലുമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് മാറ്റുന്നതിനുള്ള ട്രാൻസ്ഫറേസസ് അതിന് സഹായിക്കുന്ന എൻസൈംസിനാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹൈഡ്രോലൈസസ്. ഹൈഡ്രോലൈസസിന്റെ പ്രത്യേകത എന്താണ്? എൻസൈംസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ഹൈഡ്രോലൈസിസ് ഓഫ് വേരിയസ് കോമ്പൗണ്ട്. ഹൈഡ്രോലൈസിസ് മീൻസ് ആഡിങ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ആഡിങ് ഓഫ് വാട്ടർ, അതിനെ ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോലൈസിസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനെ ഹൈഡ്രോലൈസസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈപ്പ്, ലയേസസ്. എൻസൈംസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ അഡീഷൻ ഓർ റിമൂവൽ ഓഫ് വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര. അതായത് കോമ്പൗണ്ടുകളിലൂടെ വാട്ടർ ആഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അമോണിയ ആഡ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്ന എൻസൈംസ് ആണ് ലയേസസ് എന്ന് പറയുന്നത്. ഇനി ഐസോമെറൈസസ് എന്താണ്? എൻസൈംസ് ഇൻവോൾവ് ഇൻ ഓൾ ദ ഐസോമെറൈസേഷൻ റിയാക്ഷൻസ്. ഐസോമെറൈസേഷൻ റിയാക്ഷൻസ് നടക്കുന്നതിന് സഹായിക്കുന്ന എൻസൈംസിനെ ഐസോമെറൈസസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് സിക്സ്ത് വൺ, ലൈഗേസസ് അല്ലെങ്കിൽ ലിഗേസസ്. എന്താണ്? എൻസൈംസ് കാറ്റലൈസിംഗ് ദ സിന്തറ്റിക് റിയാക്ഷൻസ് where 2 molecules are joined together and ATP used. അതായത് ലിഗേസസ് എൻസൈം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സിന്തറ്റിക് റിയാക്ഷൻസിനാണ്. അതായത് 2 മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ATP യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ലിഗേസസ് എന്നുള്ള എൻസൈം നമുക്ക് അവിടെ യൂസ്ഫുൾ ആകുന്നത്. അപ്പോൾ 6 എൻസൈംസ് ഏതൊക്കെ ടൈപ്പാണ്? ഓക്സിഡോ റിഡക്ടേഴ്സസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോലേസസ്, ലയേസസ്, ഐസോമറേസസ്, ലിഗേസസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് സൈറ്റ് എന്താണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് എൻസൈം, ഇതാണ് സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റ് വന്ന് നമ്മുടെ ഇവിടെ എൻസൈമിൽ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഈ സൈറ്റിനെയാണ് എന്ത് പറയുന്നത്? ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. എൻസൈംസ് ആർ ബിഗ് ഇൻ സൈസ് കമ്പയർഡ് ടു സബ്സ്ട്രേറ്റ്സ്. എൻസൈംസ് എപ്പോഴും സബ്സ്ട്രേറ്റിനനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് ആണ്. Relatively, substrates are smaller. Evidently, a small portion of the huge enzyme molecule is directly involved in the substrate binding and catalysis. ഈ സബ്സ്ട്രേറ്റ് വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എൻസൈമിൽ ഒരു സ്പെസിഫിക് സ്പേസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആക്റ്റീവ് സൈറ്റ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇനി കോഎൻസൈം നേരത്തെ എന്താന്ന് പറഞ്ഞു. എന്താണ് കോഎൻസൈം എന്ന് പറഞ്ഞാൽ? നമ്മുടെ റിയാക്ഷൻ സഹായിക്കുന്ന നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു പാർട്ട്, അതിനെയാണ് കോഎൻസൈംസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എല്ലാ കോഎൻസൈംസും ബി കോംപ്ലക്സിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം on its own is not always adequate to bring about the catalytic activity. നമ്മുടെ എൻസൈം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ് അല്ലേ? പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈമിന്റെ പ്രോട്ടീൻ പാർട്ട് മാത്രമായിട്ട് അതിന് ചിലപ്പോൾ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. Many enzymes require certain non-protein small additional factors collectively referred to as sorry. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എൻസൈംസിന്റെ പ്രോട്ടീൻ ആയിട്ടുള്ള എൻസൈംസിന്റെ കൂടെ ചില നോൺ പ്രോട്ടീൻ അഡീഷണൽ ഫാക്ടേഴ്സ് കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കാറ്റലൈസിസ് നടക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? കോ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനെന്ത് പറയുന്നു? കോ എൻസൈംസ് എന്നാണ് പറയുന്നത്. കോ ഫാക്ടേഴ്സ് മേ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഇൻ നാച്ചുറൽ. നമ്മൾ പറയുന്ന നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഈ കോ എൻസൈം അല്ലെങ്കിൽ കോ ഫാക്ടർ എന്തായിരിക്കാം? അത് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയിരിക്കാം. The non-protein, organic, low molecular weight and dialyzable substance associated with the enzyme function is known as coenzyme. നമ്മുടെ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള അതിൽ ഓർഗാനിക് ആയിട്ടുള്ള ടൈപ്പ് ലോ മോളിക്കുലർ വെയിറ്റിലുള്ള
ഈ സബ്സ്റ്റൻസിനാണ് എന്ത് പറയുന്നത്, കോ എൻസൈം എന്ന് പറയുന്നത്. ദ ഫങ്ഷണൽ എൻസൈം ഈസ് റെഫേർഡ് ടു as ഹോളോ എൻസൈം and which is made up of protein part, apoenzyme and non-protein part, that is coenzyme. അതായത് ഫങ്ഷണൽ എൻസൈമിനെ നമ്മൾ എന്ത് പറയുന്നു, ഹോളോ എൻസൈം എന്ന് പറയുന്നു. അതിൽ പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പാർട്ടിനെ കോ എൻസൈം എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ അതിന്റെ കോംപ്ലക്സിനെ എന്ത് പറയുന്നു, ഹോളോ എൻസൈം. അതിലുള്ള പ്രോട്ടീൻ പാർട്ട് അല്ലെങ്കിൽ എൻസൈം പാർട്ട് അതാണ് അപ്പോ എൻസൈം എന്ന് പറയുന്നത്. അതിൽ ഈ കോ എൻസൈം കൂടെ കോ ഫാക്ടറായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെ എന്ത് പറയുന്നു, കോ എൻസൈം എന്ന് പറയും. ചിലപ്പോൾ ചോദിക്കാം അപ്പോ എൻസൈം ആൻഡ് ഹോളോ എൻസൈം തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഡിഫൈൻ ഹോളോ എൻസൈം, അപ്പോ എൻസൈം ആൻഡ് കോ എൻസൈം. ഇത് മൂന്നും എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ. The term prosthetic group is used when the non-protein moiety is tightly bound to the enzyme which is not easily separatable by dialysis. ആ ഡയാലിസിസിലൂടെ പോലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ കോഎൻസൈം എന്ത് ചെയ്യുന്നത്, എൻസൈമിനെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നത്. ദ ടേം ആക്ടിവേറ്റർ ഈസ് റെഫേർഡ് ടു as ഇനോർഗാനിക് കോഫാക്ടർ. ഇതിൽ തന്നെ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള കോഎൻസൈം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്ടിവേറ്റർ. അതിന് നമ്മളവിടെ കോഎൻസൈം എന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുന്നു, ആക്ടിവേറ്റർ എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കാൽസ്യം, മെഗ്നീഷ്യം. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നമ്മുടെ റിയാക്ഷൻസിനെ എൻസൈം കാറ്റലിസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഇനോർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ ആക്ടിവേറ്റർ എന്നാണ് പറയുന്നത്. ഓർഗാനിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മളിവിടെ കോ എൻസൈം എന്ന് പറയുന്നത്. കോ എൻസൈംസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാൻ പറ്റും. അതായത് എൻസൈം എന്ന് പറഞ്ഞ പ്രോട്ടീൻ പാർട്ടാണ്. വലിയൊരു എൻസൈമിന്റെ ചെറിയൊരു സൈറ്റിലാണ് സബ്സ്ട്രേറ്റ് വന്ന് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഈ കോംപ്ലക്സ് ഫോം ചെയ്താലും അതിന്റെ കാറ്റലിസ്റ്റ് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്കൊരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടെ വേണം. അതിനെയാണ് കോ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഓർഗാനിക് ആയിരിക്കാം, ചിലത് ഇനോർഗാനിക് ആയിരിക്കാം. ഇതിൽ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ എൻസൈം എന്ന് പറയുന്നത്. നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നു, ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ആക്ടിവേറ്ററിന്റെ എക്സാമ്പിളിന് കാൽസ്യം, മെഗ്നീഷ്യം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എൻസൈം എന്താന്ന് കണ്ടു, ആക്റ്റീവ് സൈറ്റ് എന്താന്ന് പറഞ്ഞു, എൻസൈംസിന്റെ ടൈപ്സ് പറഞ്ഞു, പിന്നെ നമ്മളിപ്പോ കോ എൻസൈംസ് എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഓഫ് എൻസൈം. നമുക്ക് ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിസീസ് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ പനിയുണ്ട്, ചുമയുണ്ട്, പക്ഷെ അത് എന്തിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണ്? ആസ്മയാണോ, അല്ലെങ്കിൽ ന്യൂമോണിയയാണോ, അല്ലെങ്കിൽ വൈറൽ ഫീവർ ആണോ, അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആണോ, അങ്ങനെ ഏത് ഡിസീസാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡയഗ്നോസിസ് എന്നാണ്. അപ്പം ഈ ഓരോ ഡിസീസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പല ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പം പല ബ്ലഡ് ടെസ്റ്റിനകത്ത് നമുക്ക് ചിലപ്പോൾ എൻസൈംസിൻ്റെ പ്രസൻസും അതിൻ്റെ ലെവലും അനുസരിച്ച് നമുക്ക് പല ഡിസീസസും കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, എത്രത്തോളമാണ് ഡയഗ്നോസിസിൽ അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടുപിടിക്കുന്നതിൽ എൻസൈമിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. Okay, estimation of enzyme activities in biological fluid, particularly blood, plasma or serum, is of great clinical importance. അല്ലേ, പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഡിസീസസ് കണ്ടുപിടിക്കുക, പല ഡിസീസസ് കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ ബ്ലഡിലുള്ള എൻസൈമിൻ്റെ ലെവൽ അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സിലുള്ള ബയോളജിക്കൽ ഫ്ലൂയിഡ്സിലുള്ള എൻസൈമിൻ്റെ ലെവൽ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. Enzymes in the circulation are divided into two groups, പ്ലാസ്മ ഫങ്ഷണൽ ആൻഡ് പ്ലാസ്മ നോൺ ഫങ്ഷണൽ. അതായത് പ്രധാനമായിട്ട് നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയാണ് നോക്കുന്നത്, പ്ലാസ്മയിലുള്ള എൻസൈംസ് ആണ് നോക്കുന്നത്. അതിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എൻസൈംസ് ഇൻ സർക്കുലേഷൻ, ബ്ലഡിലുള്ള എൻസൈംസിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാസ്മ ഫങ്ഷണൽ എൻസൈംസ് ആൻഡ് പ്ലാസ്മ നോൺ ഫങ്ഷണൽ എൻസൈം. ചിലപ്പോൾ അത് 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന കാര്യമാണ്. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. പ്ലാസ്മ സ്പെസിഫിക് അല്ലെങ്കിൽ പ്ലാസ്മ ഫങ്ഷണൽ എൻസൈം എന്ന് പറഞ്ഞാൽ എന്ത്? certain enzymes are normally present in the plasma and they have specific functions to perform. അതായത് ചില എൻസൈംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലുള്ളതാണ്. ബ്ലഡിലായാലും പ്ലാസ്മയിലായാലും മറ്റു ബോഡി ഫ്ലൂയിഡ്സ് ആയാലും എപ്പോഴും നമ്മുടെ നോർമലി ബ്ലഡിൽ കാണപ്പെടുന്ന ചില എൻസൈംസ് ഉണ്ട്. അതിന് ചില പ്രത്യേക ഫങ്ഷൻ, നോർമൽ ഫങ്ഷൻസ് നമ്മുടെ ബ്ലഡിലും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള എൻസൈംസിന് എന്ത് പറയുന്നു? പ്ലാസ്മ സ്പെസിഫിക് അല്ലെങ്കിൽ പ്ലാസ്മ ഫങ്ഷണൽ എൻസൈംസ്.
They are mostly synthesized in the liver and enter the circulation. സാധാരണ അവ എന്താണ് നമ്മുടെ നോർമലി ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്ത് സർക്കുലേഷനിൽ എൻ്റർ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിപ്പോപ്രോട്ടീൻ, ലിപ്പേസ്, പ്ലാസ്മിൻ, ത്രോംബിൻ, കോളിനെസ്റ്ററേസ്, സെർലോപ്ലാസ്റ്റിൻ എക്സെട്ര ഇതുപോലെയുള്ള പല എൻസൈംസ് നമ്മുടെ നോർമലി നമ്മുടെ ബ്ലഡിനകത്ത് കാണുന്നതാണ്. അതിന് ഓരോരുത്തരും ക്ലോട്ടിങ് എന്നുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷൻസ് ഇതുപോലെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് കാണുന്നുണ്ട്. അതിന് പ്ലാസ്മ ഫങ്ഷണൽ എൻസൈംസ്. ഇനി നോൺ പ്ലാസ്മ സ്പെസിഫിക് അല്ലെങ്കിൽ പ്ലാസ്മ നോൺ ഫങ്ഷണൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദീസ് എൻസൈംസ് ആർ either totally absent or present at low concentration in plasma compared to their levels found in tissues. അതായത് ഈ നോൺ ഫങ്ഷണൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂസിൽ കാണുന്നതിനേക്കാളും വളരെ ചെറിയ അളവിൽ മാത്രം ബ്ലഡിൽ കാണുക. നോർമലി വളരെ ചെറിയ അളവിൽ ബ്ലഡിൽ കാണുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലഡിൽ ആബ്സെന്റോ ആയിട്ടുള്ള ചില എൻസൈംസ് ഉണ്ട്. അതിനെയാണ് നോൺ ഫങ്ഷണൽ എൻസൈംസ് എന്ന് പറയുന്നത്. The digestive enzymes of the gastrointestinal tract, for example പറഞ്ഞു കഴിഞ്ഞാൽ അമിലേസ്, പെപ്സിന്, ട്രിപ്സിന്, ലിപ്പേസ് ഇതുപോലുള്ള എൻസൈംസ്. ഇതൊക്കെ നമ്മൾ ഗ്ലൈക്കോളിസിസ്, സിട്രിക് ആസിഡ് സൈക്കിളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അമിലേസ്, പെപ്സിൻ, ട്രിപ്സിൻ, ലിപ്പേസ് ഇതൊക്കെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അവ നമ്മുടെ പ്ലാസ്മയിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? സെക്രീറ്ററി എൻസൈംസ് ആണ്. നോർമലി ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലാണ് കാണുന്നത്, പക്ഷെ അത് പ്ലാസ്മയിൽ പ്രസന്റ് ആണെങ്കിൽ, ബ്ലഡിനുള്ളിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? സെക്രീറ്ററി എൻസൈംസ് എന്നാണ് പറയുന്നത്. സെക്രീറ്ററി എൻസൈംസ് എന്നാണ് പറയുന്നത്. ഓൾ ദ അതർ പ്ലാസ്മ എൻസൈംസ് അസോസിയേറ്റഡ് വിത്ത് ദ മെറ്റബോളിസം ഓഫ് ദ സെൽ ആർ കളക്റ്റീവ്ലി റെഫർഡ് ടു ആസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ്. അതായത് നമ്മുടെ സാധാരണ ഓൾ അത് പ്ലാസ്മ എൻസൈംസ് സെല്ലിന്റെ മെറ്റബോളിസം ഒക്കെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന എല്ലാ എൻസൈംസിനെ കൂടി ചേർത്ത് എന്താ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആണ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജിനേസ്, ട്രാൻസാമിനേസസ്, ആസിഡ് ആൻഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസസ്, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. ഇതെല്ലാം എന്താണ്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് enzymes എന്നാണ് പറയുന്നത്. ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് നോൺ പ്ലാസ്മ സ്പെസിഫിക് എൻസൈം അല്ലെങ്കിൽ പ്ലാസ്മ നോൺ ഫങ്ഷണൽ എൻസൈംസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് പ്രോഗ്നോസിസ് ഓഫ് സെവറൽ ഡിസീസ്. നമ്മുടെ ബ്ലഡിലുള്ള നോർമലി കാണപ്പെടാത്ത അല്ലെങ്കിൽ വളരെ ചെറിയ അളവിൽ കാണപ്പെടുന്ന നോൺ ഫങ്ഷണൽ എൻസൈംസിന്റെ ലെവൽ, ബ്ലഡിൽ ഇതിന്റെ ലെവൽ ചിലപ്പോൾ നമുക്ക് പല ഡിസീസസിന്റെയും ഡയഗ്നോസ് ചെയ്യാനും ഒപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് എത്രത്തോളം പ്രോഗ്നോസിസ് ഉണ്ടെന്നുള്ള അറിയാനും നമുക്ക് ചിലപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ലെവൽ നോക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ദ നോർമൽ സീറം ലെവൽ ഓഫ് എൻസൈം ഇൻഡിക്കേറ്റ്സ് ബാലൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് സിന്തസിസ് ആൻഡ് റിലീസ് ഇൻ ദ റുട്ടീൻ സെൽ ടേൺ ഓവർ. അതിന്റെ ലെവൽ നോർമൽ ആണ് ബ്ലഡിലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം നോർമൽ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നോർമലി അത് നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും, ടേൺ ഓവർ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ അത് ഇൻക്രീസ്ഡ് ലെവലാണെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ആ എൻസൈംസിന്റെ ലെവൽ റേസ്ഡ് ലെവലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സെല്ലുലാർ ഡാമേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് സെൽ ടേൺ ഓവർ എന്നോ അല്ലെങ്കിൽ പ്രോലിഫറേഷൻ ഓഫ് ദ സെല്ലെന്നോ ഇൻക്രീസ്ഡ് സിന്തസിസ് ഓഫ് എൻസൈംസ്, അതായത് അത്തരത്തിലുള്ള എൻസൈംസ് വളരെയധികമായിട്ട് ബ്ലഡിൽ അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ പ്രോലിഫറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ സെൽ അല്ലെ. അധികമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നോ അല്ലെങ്കിൽ അധികമായിട്ട് സിന്തസിസ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റെന്തോ സെല്ലിന് ഡാമേജ് ഉണ്ടെന്നോ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. Serum enzymes are conveniently used as a markers to detect cellular damage, which ultimately helps the diagnosis of diseases. Particularly cellular damage ഉണ്ടാവും. സ്പെസിഫിക്കലി അവിടെ പല എൻസൈംസിന്റെ ലെവൽ അവിടെ കൂടും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പർട്ടിക്കുലർ എൻസൈം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലുലാർ ഡാമേജ്, സംതിങ് റോങ് വിത്ത് ദാറ്റ് പേഷ്യന്റ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഓഫ് എൻസൈംസ്? നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ബ്ലീഡിങ്, നമ്മുടെ ബ്ലഡിനകത്ത് പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. അത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, പ്ലാസ്മ ഫങ്ഷണലും പ്ലാസ്മ നോൺ ഫങ്ഷണൽ. അതിന്റെ മറ്റു പേരുകളാണ് പ്ലാസ്മ സ്പെസിഫിക് എന്നും നോൺ പ്ലാസ്മ സ്പെസിഫിക് എന്നുള്ളത്. പ്ലാസ്മ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ നോർമലി ബ്ലഡിനകത്ത് നോർമൽ ലെവലിൽ പേഷ്യൻസിന് കാണുന്ന ചില എൻസൈംസ് ഉണ്ട്. അതിന് അതിൻ്റെതായ ഓരോ ഫങ്ഷൻസും ഉണ്ട്. അത് ലിവറിലാണ് സിന്തസൈസ് ചെയ്ത് അതിൽ നിന്ന് ബ്ലഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. നോൺ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അത് നോർമലി ബ്ലഡിൽ ഒന്നുകിൽ ആബ്സെന്റോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലോ ലെവലിലോ കാണുന്ന എൻസൈംസ് ആയിരിക്കും. അതിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും മറ്റെന്തോ ഡിസീസസ് അല്ലെങ്കിൽ സംതിങ് റോങ് വിത്ത് പേഷ്യൻ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് എൻസൈംസ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ്
ഡിസീസ്. അത് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഈ ചാർട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിൽ ഓരോ ഡിസീസും നമ്മൾ അടുത്ത് ക്ലിയർ ആയിട്ട് പഠിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, കാരണം മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പല എൻസൈംസ് ആണ്. ഇതിൻ്റെ ലെവല് കൂടുന്നത് കാരണം ഉണ്ടാകും. കൂടുന്നത് ഏതൊക്കെ ഡിസീസിലാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ അമിലേസ്. അമിലേസ് എന്നുള്ള എൻസൈമിന്റെ ലെവല് ബ്ലഡിൽ അത് ആക്ച്വലി ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ വരുന്ന എൻസൈമാണ്. GI ട്രാക്റ്റിൽ വരുന്ന ഡൈജഷനെ സഹായിക്കുന്ന എൻസൈമാണ്. എന്നാലും അതിന്റെ ലെവൽ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്. പേഷ്യന്റിന് പാങ്ക്രിയാസിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ പാങ്ക്രിയാസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സീറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസമിനേസ്, അതാണ് SGPT എന്ന് പറയുന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് സീറം ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ അസറ്റേറ്റ് ട്രാൻസമിനേസ് SGOT, അതെപ്പോഴാണ് കൂടുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിനും മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസിനും കൂടാറുണ്ട്. നെക്സ്റ്റ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടുന്നത് ആർക്കൊക്കെയാണ്? റിക്കറ്റ്സിന് കൂടും, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിനും കൂടും. നെക്സ്റ്റ് ആസിഡ് ഫോസ്ഫേറ്റേസ് കൂടുന്നത് എപ്പോഴാണ്? ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് കൂടുന്നത് ഹാർട്ട് അറ്റാക്കിലും ലിവർ ഡിസീസിലും. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് കൂടുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ ഒരു ഇയർലി മാർക്കണം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. നെക്സ്റ്റ് ആൽഡോലേസ്, മസ്കുലാർ ഡിസ്ട്രോഫി, മസിൽസിന് എന്തെങ്കിലും ഡാമേജ് പറ്റുന്നെങ്കിൽ ആൽഡോലേസിന്റെ ലെവൽ കൂടും. ന്യൂക്ലിയോറ്റിഡേസ് കൂടുന്നതും ഹെപ്പറ്റൈറ്റിസിലാണ്. ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് കൂടുന്നത് എപ്പോഴാണ്? ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിലാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പോയി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എൻസൈം അമിലേസ്. അമിലേസിനെ കുറിച്ച് നോക്കാം. ഇത് ആക്ടിവിറ്റി ഓഫ് സീറം അമിലേസ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏതൊരു എൻസൈം ഏത് ഡിസീസിലാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എൻസൈംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, പകരം നിങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരുപാട് വിശദീകരിക്കാനൊന്നുമില്ല. പക്ഷെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ, അവിടെ എവിടെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എവിടെയാണ് റോങ് ആകുന്നത്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ബ്ലഡിലെ സീറം അമിലേസ് ലെവൽ കൂടുന്നത് ഏത് കണ്ടീഷനിലാണ്? അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിലാണ്. നോർമൽ എന്ന് പറയുന്നത് എത്രയാണ്? 80 to 180 സൊമോഗി യൂണിറ്റ്സ് പെർ DL ആണ്. The peak value observed within 8 to 12 hours after the onset of disease, which returns normal by 3rd or 4th day. It's very important. അമിലേസ് എന്നുള്ള എൻസൈമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതൊരു GI ട്രാക്ട് എൻസൈമാണ്. GI ട്രാക്റ്റിലുള്ള എൻസൈം, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലുള്ള എൻസൈമാണ്. പക്ഷേ ഇതിന്റെ ലെവൽ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പേഷ്യന്റിന് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അത് ഏകദേശം ഒരു 80 to 180 ലെവലിലാണ് വരുന്നത്. അതിന്റെ പീക്ക് വാല്യൂ, ഏറ്റവും ഹയസ്റ്റ് ലെവൽ എപ്പോഴും വരും? അഥവാ സപ്പോസ് പേഷ്യന്റ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് വന്ന് 8 മുതൽ 12 മണിക്കൂറിനകത്ത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അമിലേസിന്റെ ലെവൽ വളരെയധികം കൂടുകയും എന്നിട്ട് 8 മുതൽ 12 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത് തിരിച്ചത് കുറഞ്ഞ് നേരെ നോർമൽ ലെവലിലോട്ട് എപ്പോൾ എത്തും? 3-മത്തെയോ 4-മത്തെയോ ദിവസം അത് നോർമൽ ലെവലിൽ എത്തുകയും ചെയ്യുന്നു. എലിവേറ്റഡ് ആക്ടിവിറ്റി ഓഫ് അമിലേസ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ യൂറിൻ ഓഫ് ദ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്. ബ്ലഡിൽ മാത്രമല്ല, അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിന് അമിലേസിന്റെ ലെവൽ യൂറിനിലും കൂടുതലായിരിക്കും. സീറം അമിലേസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ്. ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിനും അക്യൂട്ട് പരോട്ടൈറ്റിസ്, അല്ലെങ്കിൽ പരോട്ടൈറ്റിസിന് മറ്റൊരു പേര് എന്താണ്? മംസ്. പരോട്ടൈറ്റിസ് അല്ലെങ്കിൽ പരോട്ടിഡ് ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് പരോട്ടൈറ്റിസ് എന്ന് പറയുന്നത്. അല്ല, ഇതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ഡക്ട്, ഇതുപോലുള്ള പാങ്ക്രിയാറ്റൈറ്റിസ്, പരോട്ടൈറ്റിസ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് പാങ്ക്രിയാറ്റിക് ഡക്ട് ഉള്ള പേഷ്യൻസിന് ഈ അമിലേസിന്റെ ലെവൽ കൂടിക്കാണുന്നു. 8 മുതൽ 12 മണിക്കൂറിനകത്ത് ഇത് പീക്ക് ലെവൽ, ഏറ്റവും ഉയർന്ന ലെവലിൽ പോവുകയും 3-മത്തെയോ 4-മത്തെയോ ദിവസം അത് തിരിച്ച് നോർമലിലോട്ട് എത്തുകയും ചെയ്യുന്നു. അതാണ് അമിലേസിന്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എൻസൈം, ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് അലനിൻ ട്രാൻസ്ഫറേസ്, അല്ലെങ്കിൽ ALT എന്നാണ് പറയുന്നത്. എന്താണ് അലനിൻ ട്രാൻസ്ഫറേസ് എന്നാണ് പറയുന്നത്? ഓക്കെ, അത് എന്താ നോക്കാം. SGPT, അതിന് തന്നെ മറ്റൊരു പേരാണ് SGPT. SGPT ഈസ് എലിവേറ്റഡ് ഇൻ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഓഫ് വൈറൽ ഓർ ടോക്സിക് ഒറിജിൻ. വൈറൽ ഇൻഫെക്ഷൻ കാരണമോ മറ്റ് ടോക്സിക്സ് കാരണമോ
നമ്മുടെ ലിവർ ഇൻഫെക്ഷൻ ആയാൽ, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ അലനിൻ ട്രാൻസ്ഫറേസസ് ലെവൽ കൂടുന്നു. ബ്ലഡിൽ അലനിൻ ട്രാൻസ്ഫറേസസ് എന്നുള്ള എൻസൈം കൂടുന്നു. ഒപ്പം തന്നെ ജോണ്ടിസ് ഉണ്ടെങ്കിൽ അലനിൻ ട്രാൻസ്ഫറേസ് കൂടുന്നു. സിറോസിസ് ഓഫ് ദ ലിവർ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫറേസ് കൂടുന്നു. നോർമൽ എത്രയാണ്? 3 to 40 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ് അലനിൻ ട്രാൻസ്ഫറേസിന്റെ നോർമൽ ലെവലാണിത്. ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസോ ജോണ്ടിസോ അല്ലെങ്കിൽ സിറോസിസോ ഓഫ് ദ ലിവറോ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? രണ്ടാമത്തെ 2 എൻസൈം നമ്മളിവിടെ പഠിച്ചു. ഇത് ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ 1-2 തവണ മാത്രം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ലെക്ചർ നോട്ട് എടുക്കുക, അതിനുശേഷം നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക. ആഫ്റ്റർ സീയിങ് ആൻഡ് സ്റ്റഡിങ് ദിസ് വീഡിയോസ്, ജസ്റ്റ് ടു ഗോ ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ, ദെൻ യു വിൽ ഗെറ്റ് മോർ ഐഡിയ about the particular topic. Clear? Understood? Next, third topic, third enzyme, aspartate transaminase. ഓക്കെ, 2 ട്രാൻസാമിനേസ് ആണ് നമ്മൾ പറയുന്നത്. അലനിൻ ട്രാൻസാമിനേസും ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസും. നമുക്ക് അതെന്താന്ന് നോക്കാം. AST അല്ലെങ്കിൽ SGOT എന്നാണ് ഇതിനെ പറയുന്നത്. SGOT activity in serum is increased in myocardial infarction. Okay, it's very important. Aspartate transaminase level will be increased in patient with myocardial infarction and also in liver disease. ഒപ്പം തന്നെ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഇത് കൂടിയിരിക്കും. നോർമൽ ലെവൽ ഏകദേശം ഒരു 4 to 45 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. It may be noted that SGPT is more specific for the diagnosis of liver diseases while SGOT for heart diseases. അതായത് നമ്മുടെ അലനിൻ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ SGPT is very specific for liver diseases and SGOT അല്ലെങ്കിൽ aspartate transaminases it is specific for ഹാർട്ട് ഡിസീസസ്, കാർഡിയാക് പരമായിട്ടുള്ള ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ലെവലിൽ നോക്കാറുണ്ട്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദെയർ സെല്ലുലാർ distribution. SGPT is cytosomal enzyme while SGOT is found in cytosol and mitochondria. ഓക്കെ, സൈറ്റോസോമൽ എൻസൈം എന്നാണ് നമ്മുടെ SGPT എന്നറിയപ്പെടുന്നത്. SGOT സൈറ്റോസോളിലും മൈറ്റോകോൺട്രിയയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, SGOT എന്ന് പറയുമ്പോൾ നമ്മൾ കാർഡിയാക് ഡിസീസസിന് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ SGPT എന്ന് പറയുമ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള ഡിസീസസിന് നമ്മൾ നോക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എൻസൈം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഫോസ്ഫേറ്റേസ് 2 ടൈപ്പ് ഉണ്ട്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഉണ്ട്, ആസിഡ് ഫോസ്ഫേറ്റേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ALP ACP എന്നാണ് പറയുന്നത്. ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. ഇറ്റ് ഈസ് എലിവേറ്റഡ് ഇൻ സർട്ടൻ ബോൺ ആൻഡ് ലിവർ ഡിസീസസ്. ബോൺ ഡിസീസസിലും ഇത് എലിവേറ്റഡ് ആയിരിക്കും, ലിവർ ഡിസീസസിലും എലിവേറ്റഡ് ആയി. അപ്പം ലിവർ ഡിസീസിൽ മറ്റൊരു എൻസൈം നമ്മൾ പഠിച്ചു അല്ലേ, അലനിൻ ട്രാൻസാമിനേസസ് എന്നാണ് പറയുന്നത്. അതും കൂടിയിരിക്കും. അതുപോലെ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസസും കൂടിയിരിക്കും. ഓക്കെ, അതിൻ്റെ നോർമൽ ലെവൽ 3 to 13 ആണ്. ALP is useful for the diagnosis of ബോൺ ഡിസീസസ് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ഡിസീസ് ആണ്? റിക്കറ്റ്സ് ഉണ്ട്. റിക്കറ്റ്സ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അബ്നോർമൽ മീൻസ് എന്താ ബോ ഷേപ്ഡ് അല്ലെങ്കിൽ ലോക്ക്ഡ് നീ ഒക്കെ വരുന്ന അല്ലെങ്കിൽ ബോൺ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വിറ്റാമിൻ D ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്, എക്സ്പെഷ്യലി കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഗ്രോത്തിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഹൈപ്പർ പാരാതൈറോയിഡിസം, കാർസിനോമ ഓർ ക്യാൻസർ ഓഫ് ബോൺ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ലിവർ ഡിസീസിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഇതിനെല്ലാത്തിനും നമ്മുടെ ALP അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫേറ്റേറ്റ് ലെവൽ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആസിഡ് ഫോസ്ഫേറ്റേസ് നോക്കാം. എന്താണ് ആസിഡ് ഫോസ്ഫേറ്റ്? ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആരിൽ കാണുന്നതാണ്? മെയിലിൽ കാണുന്നതാണ് അല്ലേ. പീനിസിന്റെ മുകൾ ഭാഗത്ത് യൂറിനറി ബ്ലാഡറിന്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മെയിലിൽ മാത്രം കാണപ്പെടുന്ന ഗ്ലാൻഡാണ്. ഇതിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉള്ള ആൾക്കാർക്ക് ഈ ആസിഡ് ഫോസ്ഫേറ്റിന്റെ ലെവൽ കൂടുതലായി കാണുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടാർട്രേറ്റ് ലബൈൽ ACP ഈസ് യൂസ്ഫുൾ ഫോർ ദ diagnosis and prognosis of prostate gland. That is, ACP is a good tumor marker. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ട്യൂമർ ഐഡന്റിഫൈ ചെയ്യാൻ, അതിൻ്റെ ഗ്രോത്ത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഗ്നോസിസ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ആസിഡ് ഫോസ്ഫേറ്റേസ്. ആസിഡ് ഫോസ്ഫേറ്റേസ്. അപ്പോൾ നമ്മളിവിടെ 2 ഫോസ്ഫേറ്റേസ് പഠിച്ചു, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസും രണ്ടാമത്തത് ആസിഡ് ഫോസ്ഫേറ്റേസും. നെക്സ്റ്റ് ഉള്ള എൻസൈം ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്, LDH എന്ന് പറയും. LDH അല്ലെങ്കിൽ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസും പഠിച്ചു, പിന്നെ SGOT അല്ലെങ്കിൽ ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസും
പഠിച്ചു. അതുപോലെ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, ലുക്കീമിയ, മസ്കുലാർ ഡിസ്ട്രോഫി, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനസിന്റെ ലെവൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 50 to 200 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. 50 മുതൽ 200 മുതൽ, അതിൽ 50 മുതൽ 200 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് നോർമൽ ലെവൽ. ഏതാണ്? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. അത് ഏതൊക്കെ ഡിസീസിലാണ് അതിന്റെ വാല്യൂ വ്യത്യാസം? മയോകാർഡിയൽ ഇൻഫാക്ഷനിലും ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസിലും ലുക്കീമിയ, മസ്കുലാർ ഡിസ്ട്രോഫി. ഓക്കെ, നെക്സ്റ്റ് എൻസൈം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ക്രിയാറ്റിൻ കൈനേസ്. ക്രിയാറ്റിനിൻ എന്നുള്ള അത് വെച്ചിട്ട് തെറ്റിപ്പോകരുത്, ഇത് ക്രിയാറ്റിൻ ആണ്, ക്രിയാറ്റിനിൻ അല്ല. ക്രിയാറ്റിൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ ലിവറിലല്ല, കിഡ്നിയിലാണ്. ഇത് ക്രിയാറ്റിൻ കൈനേസ് ആണ്. ഇറ്റ് ഈസ് എലിവേറ്റഡ്, CK എന്നാണ് പറയുന്നത്. ക്രിയാറ്റിൻ കൈനേസ് എലിവേറ്റഡ് ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഏർലി ഡിറ്റക്ഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻജൈന പെക്ടോറിസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈമാണ് ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് അടുത്ത് പഠിക്കും. ഇവിടെ ജസ്റ്റ് ഓർത്തിരിക്കുക, ഏർലി ഡിറ്റക്ടർ അല്ലെങ്കിൽ ഏർലി മാർക്കർ ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് ഏത് എൻസൈമാണ്? ക്രിയാറ്റിൻ കൈനേസ് ആണ്. ഒപ്പം തന്നെ മസ്കുലാർ ഡിസ്ട്രോഫി, മസിൽസ് ഡാമേജ് വരുമ്പോഴും എന്ത് ചെയ്യുന്നു? ഈ ക്രിയാറ്റിൻ കൈനേസിന്റെ എൻസൈം കൂടുന്നു. അത് CK തന്നെ 3 ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ അടുത്ത് ഇതിന്റെ കഴിഞ്ഞിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. CK ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക, CK അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറഞ്ഞാൽ ഏതിലാണ്? മയോകാർഡിയൽ ഇൻഫാക്ഷനിലും മസ്കുലാർ ഡിസ്ട്രോഫിയിലും കൂടുന്നു. അതിന്റെ നോർമൽ ലെവൽ 10 to 50 ആണ്. അത് 3 ടൈപ്പ് ഉണ്ട്, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസസ്, അതാണ് GGT എന്ന്. ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസസ്. ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് ഡയഗ്നോസ്റ്റിക് മാർക്കർ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ആൽക്കഹോളിസം. ഓക്കെ, ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ആൽക്കഹോളിസം ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു മെയിൻ ഡിറ്റക്ടറാണ്, ഏത് മാർക്കറാണ്? GGT അല്ലെങ്കിൽ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ GGTയുടെ ലെവൽ കൂടിയിരിക്കും ആരിലൊക്കെ? ഹെപ്പറ്റൈറ്റിസിലും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലും. കാരണം ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഹെപ്പറ്റൈറ്റിസും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, സിറോസിസ് ഓഫ് ദി ലിവർ, ഇതൊക്കെ ഉണ്ടാവും. അവരിലും ഈ ഒരു GGT ലെവൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എൻസൈംസിന്റെ ലെവൽ കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞത്. നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് ചാർട്ട് നോക്കാം. ഏതൊക്കെ ഡിസീസ് ആണെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണിത്. അമിലേസ് കൂടിയിരിക്കുന്ന അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിലാണ്. SGPT അല്ലെങ്കിൽ സീറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസമിനേസസ് കൂടുന്നത് ലിവർ ഡിസീസിലാണ്. സീറം ഗ്ലൂട്ടാമേറ്റ് ഓക്സലോഅസറ്റേറ്റ് ട്രാൻസമിനേസ് അല്ലെങ്കിൽ SGOT കൂടുന്ന ഹാർട്ട് അറ്റാക്കുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷനിലാണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടുന്നത് ബോൺ ഡിസീസിലും അതുപോലെ ലിവർ ഡിസീസിലും ഉണ്ടാകാറുണ്ട്. ആസിഡ് ഫോസ്ഫേറ്റേസ് കൂടുന്നത് ക്യാൻസർ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. LDH അല്ലെങ്കിൽ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് കൂടുന്നത് ഹാർട്ട് അറ്റാക്ക്, ലിവർ ഡിസീസിലാണ്. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ ഏർലി മാർക്കറാണ്. പിന്നെ ആൽഡോലൈസിസ് മസ്കുലാർ ഡിസ്ട്രോഫീസ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ന്യൂക്ലിയോട്ടിഡേസ് ഹെപ്പറ്റൈറ്റിസിനെ സഹായിക്കുന്നു. GGT അല്ലെങ്കിൽ ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ് ആൽക്കഹോളിസം ഡിറ്റക്ട് ചെയ്യാനും സഹായിക്കുന്നു. ഇതിന്റെ എല്ലാ ലെവലും കൂടുമ്പോഴാണ് ഈ ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ചില എൻസൈംസ് ബ്ലഡിൽ കുറയുമ്പോഴും ചില ഡിസീസസ് വരാറുണ്ട്. അത് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഡിക്രീസ്ഡ് പ്ലാസ്മ എൻസൈം ആക്ടിവിറ്റി. സംടൈം plasma activities of the enzymes may be lower than normal, which could be due to decreased enzyme synthesis or congenital deficiency. അത് ചില ജന്മനയുള്ള ചില ഡിസീസസ് കൊണ്ട് ചില എൻസൈംസ് നമ്മുടെ ബ്ലഡിൽ കുറയുന്നത് ചില ഡിസീസസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അമിലേസിന്റെ ലെവൽ ബ്ലഡിൽ കുറയുന്നതും ചിലപ്പോൾ ലിവർ ഡിസീസിന് കൂടുന്നത് പാൻക്രിയാറ്റൈറ്റിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അമിലേസ് കുറയുന്നത് ലിവർ ഡിസീസിനെ ഇൻഡിക്കേറ്റ്. അതുപോലെ സ്യൂഡോ കോളിനെസ്റ്ററേസ്, സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫാൾസ് സ്യൂഡോ കോളിനെസ്റ്ററേസ് എന്നുള്ള എൻസൈം ഉണ്ട്. അത് നോർമൽ ലെവൽ 10 to 120 ആണ്. അത് കുറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, മോൾ ന്യൂട്രീഷൻ, ലിവർ ക്യാൻസർ, സിറോസിസ് ഓഫ് ദി ലിവർ എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ സെറുലോപ്ലാസ്മിൻ എന്നുള്ളൊരു എൻസൈം ഉണ്ട്. അതിന്റെ നോർമൽ ലെവൽ 20 to 50 ആണ്. അത് കുറയുന്നത് വിൽസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഹെപ്പറ്റോ ലെൻഡിക്കുലാർ ഡീജനറേഷൻ. നിങ്ങൾ അതിൻ്റെയൊക്കെ പേര്, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അടുത്ത വർഷം പഠിക്കും. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് ജസ്റ്റ് പേര് അറിഞ്ഞിരിക്കുക. വിൽസൺസ് ഡിസീസിലെ ഏത് എൻസൈമാണ് കുറയുന്നതെന്ന് ചോദിച്ചാൽ സെറുലോപ്ലാസ്മിൻ ആണ്. നെക്സ്റ്റ് വൺ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്
ഡീഹൈഡ്രോജനേസ് ഏതിലാണ് കുറയുന്നത്? കൺജനിറ്റൽ ഡെഫിഷ്യൻസി വിത്ത് ഹീമോലൈറ്റിക് അനീമിയ. ഹീമോലൈറ്റിക് അനീമിയ ദ അനീമിയ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഹീമോഗ്ലോബിൻ ഓർ RBC. ഓക്കെ, അത് കാരണം ഉണ്ടാകുന്നതാണ് ഹീമോലൈറ്റിക് അനീമിയ. അപ്പം അങ്ങനെ ഹീമോലൈറ്റിക് അനീമിയ ഉള്ള പേഷ്യൻസിൽ എന്ത് കാണുന്നു? എന്തിൻ്റെ ലെവൽ കുറവായിരിക്കും? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് കുറയുന്ന എൻസൈംസ് കുറയുന്ന ഡിസീസസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ എൻസൈമിൽ നിന്ന് എൻസൈമോളജിയിൽ പഠിച്ചത്. എൻസൈം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ 6 ടൈപ്പ് പറഞ്ഞു. നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കോഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോഎൻസൈം എന്താണെന്ന് പറഞ്ഞു. 6 ടൈപ്പും അതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞു. ആക്റ്റീവ് സൈറ്റ് എന്താണെന്ന് പറഞ്ഞു. കോഎൻസൈമിൻ്റെ തന്നെ ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. പിന്നെ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്, അതായത് ഏതൊക്കെ എൻസൈംസിൻ്റെ ലെവൽ കൂടുമ്പോൾ ഏതൊക്കെ ഡിസീസ് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ പ്രധാനമായിട്ട് ബ്ലഡിൽ 2 ടൈപ്പ് എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്ലാസ്മ ഫങ്ഷണൽ എൻസൈംസും പ്ലാസ്മ നോൺ ഫങ്ഷണൽ എൻസൈംസും. പിന്നെ ഏതൊക്കെ എൻസൈംസ് കൂടുമ്പോൾ ഏതൊക്കെ ഡിസീസസ് ആണെന്നുള്ള ചാർട്ട് പറഞ്ഞു. അതിൽ ഓരോ എൻസൈംസും നമ്മളിവിടെ അതിലെന്താണ് വ്യത്യാസം വരുന്നത്, അതെന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ജസ്റ്റ് ചുരുക്കി നിങ്ങൾക്ക് എന്ത് പഠിക്കണമോ അത്രമാത്രം ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ബയോകെമിസ്ട്രി MSc BSc ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ബേസിക് നോളജ്, ഏതൊക്കെ ഡിസീസിൽ ഏതൊക്കെ എൻസൈംസ് കൂടുന്നു, അതിന് നോർമൽ എത്ര ലെവലാണ്, അത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ ഒരു 4 എൻസൈംസ് കുറയുന്നതും ചില ഡിസീസസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഐസോ എൻസൈംസും ഓരോ എൻസൈംസും ഡിസീസസ്, നമ്മളിപ്പോൾ ഏതൊക്കെ എൻസൈംസും ഏതൊക്കെ ഡിസീസ് എന്ന് പറഞ്ഞു, അതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ എൻസൈംസ് വരുന്നത് ഓൾ ടുഗദർ ആയിട്ട് ജസ്റ്റ് അങ്ങനെ അതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ എഴുതുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.